വിശദമായ വാർത്തയിലേക്ക്. മലപ്പുറം കൊണ്ടോട്ടിയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ 15-കാരൻ അറസ്റ്റിൽ. ആക്രമണത്തിനിരയായ പെൺകുട്ടിയുടെ നാട്ടുകാരൻ തന്നെയാണ് പ്രതി. കുറ്റം പ്രതി സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഇതെപ്പോഴാണ് സംഭവം ഉണ്ടായത്? കേസ് അന്വേഷണം എങ്ങനെ? ധന്യ, ഇന്നലെ ഉച്ചയ്ക്കാണ് 21-കാരിയായ കോളേജ് വിദ്യാർത്ഥിനിയെ കൊണ്ടോട്ടിക്ക് അടുത്തുള്ള പ്രദേശത്ത് വെച്ച്, ആളൊഴിഞ്ഞ പ്രദേശത്ത് വെച്ച് പീഡിപ്പിക്കാൻ ശ്രമം ഉണ്ടായത്. ഈ സംഭവത്തിൽ പെൺകുട്ടിക്ക് മുഖത്ത് പരിക്കേറ്റിരുന്നു. പെൺകുട്ടിയുടെ മുഖത്ത് പ്രതി കല്ലുവെച്ച് ഇടിക്കുകയും പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. കുതറിമാറി ഓടി അടുത്തുള്ള വീട്ടിൽ അഭയം തേടിയാണ് പെൺകുട്ടി രക്ഷപ്പെട്ടത്. ഈ പെൺകുട്ടി നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ അന്വേഷണം നടന്നത്. തടിച്ച മീശയും താടിയും ഇല്ലാത്ത ഒരാളാണ് തന്നെ ആക്രമിച്ചത്, പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് കുട്ടി പറഞ്ഞിരുന്നു. മാത്രമല്ല ഈ വ്യക്തിയെ ചില സ്ഥലങ്ങളിൽ കണ്ടതായിട്ടുള്ള സൂചനയും പെൺകുട്ടി നൽകിയിരുന്നു. ഇതേ ലക്ഷണമുള്ള പെൺകുട്ടി പറഞ്ഞ പോലെയുള്ള ആളുകൾ ആ മേഖലയിൽ ആരെല്ലാമാണെന്നാണ് പോലീസ് ആദ്യം അന്വേഷിച്ചത്. അതുപ്രകാരമുള്ള ആളുകളെ കണ്ടെത്തി അവരുടെ ഫോട്ടോ പെൺകുട്ടിയെ പോലീസ് കാണിച്ചു. അതിൽ നിന്നാണ് ഇയാളെ തിരിച്ചറിഞ്ഞത്. അതിനുശേഷം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു, വിശദമായി ചോദ്യം ചെയ്തു. ഇയാളുടെ ശരീരത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തെ തുടർന്ന് ശരീരത്തിൽ ഉണ്ടായ മുറിവുകൾ പോലീസ് കണ്ടെത്തി. നഖം കൊണ്ടുള്ള മുറിവുകളും അതുപോലെ തന്നെ ചതവുകളും ഒക്കെ തന്നെ പ്രതിയുടെ ശരീരത്തിലുണ്ട്. അതുപോലെ ഇന്നലെ ഈ സംഭവത്തിൽ ശേഷം അഴുക്ക് പറ്റിയ വസ്ത്രങ്ങളും പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തി. ഇങ്ങനെയുള്ള എല്ലാ തെളിവുകളും മുന്നിൽ വെച്ച് പോലീസ് ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. നേരത്തെ പ്രതി ഇത് സമ്മതിച്ചിരുന്നില്ല. ശരീരത്തിലെ പരിക്കുകൾ ഒരു നായ കടിച്ചപ്പോൾ ഉണ്ടായതാണ് എന്ന തരത്തിലേക്കായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ വിശദമായ കാര്യങ്ങളെല്ലാം മുൻനിർത്തി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. സംഭവം ഉണ്ടായി മണിക്കൂറുകൾക്കകം പോലീസിന് ഇത് തെളിയിക്കാനായി എന്നതാണ് വലിയ ഒരു കാര്യമായി കാണേണ്ടത്. സംഭവത്തിൽ ഇനി ജുവനൈൽ ജസ്റ്റിസ് ആക്ട് നിയമപ്രകാരമുള്ള നടപടികളാണ് ഉണ്ടാവുക. കാരണം പ്രതിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ IPC കുറ്റങ്ങൾ പ്രതിക്കെതിരെ നേരത്തെ ബലാത്സംഗ കുറ്റവും കൊലപാതക ശ്രമത്തിലുള്ള വകുപ്പുകളൊക്കെ ചുമത്തിയിരുന്നു. പക്ഷേ ഈ പ്രായപൂർത്തിയായില്ല എന്നതുകൊണ്ട് തന്നെ ഇനി ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള നടപടികളായിരിക്കും ഉണ്ടാവുക. പ്രതിയുടെ അറസ്റ്റ് അല്പസമയത്തിനകം രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. നന്ദി അനുമോദ്. പട്ടാപ്പകലാണ് കൊണ്ടോട്ടിയിൽ കോളേജ് വിദ്യാർത്ഥിനി ആക്രമിക്കപ്പെട്ടത്. പ്രധാന വഴിയിൽ നിന്ന് 50 മീറ്ററോളം പെൺകുട്ടിയെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഭയന്ന് നിലവിളിച്ചുകൊണ്ടാണ് പെൺകുട്ടി വീട്ടിലേക്ക് ഓടി വന്നതെന്ന് അയൽവാസിയായ വീട്ടമ്മ പറഞ്ഞു. ആളൊഴിഞ്ഞ വഴിയിൽ വെച്ച് പട്ടാപ്പകലാണ് പെൺകുട്ടി ആക്രമിക്കപ്പെട്ടത്. വീട്ടിൽ നിന്നും കോളേജിലേക്ക് പോകുമ്പോൾ പിറകിൽ നിന്നും വായും മൂക്കും പൊത്തിപ്പിടിച്ചായിരുന്നു ആക്രമണം. 50 മീറ്ററോളം ദൂരം പെൺകുട്ടിയെ പ്രതി വലിച്ചിഴച്ചു. തുടർന്ന് വാഴത്തോപ്പിലേക്ക് തള്ളിയിട്ടാണ് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചത്. കുതറിയോടാൻ ശ്രമിച്ചപ്പോൾ പെൺകുട്ടിയുടെ കൈകൾ ഷാൾ കൊണ്ട് കെട്ടിയ ശേഷം മുഖത്ത് കല്ലുകൊണ്ടിടിച്ചു. കുതറിയോടിയ പെൺകുട്ടി അടുത്ത വീട്ടിൽ കയറിയാണ് രക്ഷപ്പെട്ടത്. മാനസികമായി തളർന്നിട്ടാണ് കുട്ടി ഇവിടെ വന്നുകൊണ്ട് വീണിങ്ങനെ കിടക്കുമായിരുന്നു. ഞാൻ വരുമ്പോൾ കുട്ടിയുടെ ഊരക്കൊക്കെ നല്ല പെയിനുണ്ട്, പരിക്കുണ്ട്, ചതവ് പോലെ പരിക്കുണ്ട്. പ്രദേശവാസി തന്നെയാണ് പ്രതിയെന്ന് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് വ്യക്തമായി. പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയത് മലയാളത്തിലായിരുന്നു എന്നും നാട്ടുകാരുടെ സംസാര ഭാഷയിൽ തന്നെയാണ് പ്രതി സംസാരിച്ചതെന്നും പോലീസ് മനസ്സിലാക്കി. വഴിയെക്കുറിച്ചും വാഴത്തോപ്പിനെക്കുറിച്ചും പ്രതിക്ക് ധാരണയുണ്ടായിരുന്നു. പെൺകുട്ടി കോളേജിലേക്ക് പോകുന്ന സമയത്തെക്കുറിച്ചും ആളില്ലാത്ത സമയത്തെക്കുറിച്ചും പ്രതിക്ക് ബോധ്യമുണ്ടായിരുന്നുവെന്നും പോലീസ് മനസ്സിലാക്കി. വലിച്ചു കഴിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ചെയ്തെന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു പിടിവലിയിലുള്ള കുട്ടിക്ക് കുറച്ച് മുഖത്തൊക്കെ സ്വെല്ലിംഗ് ഉണ്ട്. അപ്പം മുഖത്ത് സ്ലാപ്പ് ചെയ്തിട്ടുണ്ടാവാം. കൊണ്ടോട്ടി CIയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. CCTV ദൃശ്യങ്ങളും മൊബൈൽ ഫോൺ ടവറും പോലീസ് പരിശോധിച്ചു. പ്രദേശവാസികളുടെ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് 15-കാരനെ അറസ്റ്റ് ചെയ്തത്. CV അനുമോദ്, ന്യൂസ് 18 മലപ്പുറം. സമ്മതമില്ലാതെ കുഞ്ഞിനെ ദത്ത് നൽകിയ സംഭവം നിയമസഭയിൽ. അടിയന്തര പ്രമേയമായി KK രമ ഉന്നയിച്ച വിഷയം നിയമസഭയെ പ്രക്ഷുബ്ധമാക്കി. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അനുപമയുടെ കുഞ്ഞിനെ ഉപേക്ഷിച്ചതല്ലെന്നും ജയചന്ദ്രൻ ശിശുക്ഷേമ സമിതിക്ക് കൈമാറിയതാണെന്നുമുള്ള ആരോപണം വനിതാ ശിശുക്ഷേമ മന്ത്രി വീണ ജോർജ് നിഷേധിച്ചില്ല. ശിശുക്ഷേമ സമിതിക്കും സർക്കാർ സംവിധാനങ്ങൾക്കും വീഴ്ച പറ്റിയിട്ടില്ലെന്നും കുഞ്ഞിനെ അമ്മയ്ക്ക് ലഭിക്കാൻ സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ദത്തെടുക്കൽ വിവാദം നിയമസഭയെ പ്രക്ഷുബ്ധമാക്കി. ഹീനമായ ദുരഭിമാന കുറ്റകൃത്യത്തിന് സർക്കാരും CPM കൂട്ടുനിന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അനുപമയുടെ അച്ഛന്റെ രാഷ്ട്രീയ സ്വാധീനത്തിനു മുന്നിൽ
ഭരണ സംവിധാനങ്ങൾ നട്ടെല്ലു പളച്ചെന്നും ഉന്നതതല രാഷ്ട്രീയ ഗൂഢാലോചനയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷം. മുലപ്പാൽ ചുരത്തുന്നൊരമ്മയുണ്ടായിട്ടും പൊടിപ്പാൽ കുടിക്കേണ്ട നിർബന്ധിതനായ നാഥനുണ്ടായിട്ടും അനാഥനായി മാറ്റപ്പെട്ട ഒരു പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേരളം വേദനിക്കുകയാണ് സർ. സർ, അനുപമയും കുഞ്ഞിനോടും മാത്രമല്ല സർ ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് സർ, ആന്ധ്രാപ്രദേശിലുള്ള ആ ദമ്പതിമാരോട്. ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ല. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് ദത്ത് നൽകിയത്. ഒരു പരാതിയും സർക്കാർ അവഗണിച്ചിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി മറുപടി പറഞ്ഞു. ദത്ത് കൊടുക്കുമ്പോൾ എന്തെല്ലാം നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ടോ അവയെല്ലാം പാലിച്ചുകൊണ്ടാണ് സമിതി മുന്നോട്ട് പോയിട്ട് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് കുഞ്ഞിനെ ലഭിക്കണമെന്ന ശക്തമായ അഭിപ്രായമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 20 അർദ്ധരാത്രി തുടങ്ങിയ ഗൂഢാലോചനയാണ്. പെൺകുട്ടിയെ ആൺകുട്ടിയാക്കി മലാല എന്ന് പേരിട്ടു. അനുപമ അന്വേഷിച്ചു ചെന്നപ്പോൾ മറ്റൊരു കുട്ടിയുടെ DNA പരിശോധന നടത്തി. ഇതൊക്കെ ഗൂഢാലോചനയുടെ തെളിവാണെന്ന് പ്രതിപക്ഷ നേതാവ്. കുഞ്ഞിൻ്റെ ഗ്രാൻഡ് പാരൻസ് ശിശുക്ഷേമ സമിതിയിൽ പോയി കൈമാറിയ കുഞ്ഞ്, അതിനെ ശിശുക്ഷേമ സമിതി അമ്മ തൊട്ടിലിൽ നിന്ന് കിട്ടിയ കുട്ടിയായിട്ട് പരിഗണിക്കുന്നത് എങ്ങനെയാണെന്നാണ് എൻ്റെ ചോദ്യം. അമ്മയ്ക്ക് മാത്രമേ കുഞ്ഞിനെ കൈമാറാൻ നിയമപരമായി അധികാരമുള്ളൂ എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന് വ്യക്തമായ മറുപടി നൽകിയില്ല. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. ന്യൂസ് 18 തിരുവനന്തപുരം. ദത്ത് വിവാദത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. നിയമസഭാ വളപ്പിലേക്ക് ഓടിക്കയറിയ വനിതാ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ദത്ത് വിവാദം ചർച്ച ചെയ്യാൻ CPM നാളെ പേരൂർക്കട ഏരിയ കമ്മിറ്റി യോഗം ചേർന്ന് അനുപമയുടെ അച്ഛൻ ജയചന്ദ്രനെതിരെ നടപടിയെടുത്തേക്കും. അതേസമയം കുഞ്ഞിനെ ദത്ത് നൽകിയതിൽ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ഷിജു ഖാന് തെറ്റ് പറ്റിയിട്ടില്ലെന്നാണ് CPM ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. അന്വേഷണം അവസാനിക്കും മുൻപ് വിധി എഴുതുന്നത് ശരിയല്ലെന്നായിരുന്നു അനുപമയുടെ പ്രതികരണം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അതിഥിയുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. വിവാദ പരാമർശത്തിൽ കെ മുരളീധരൻ MPക്കെതിരെ പോലീസ് കേസെടുത്തു. മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതിയിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. VS അനു ചേരുന്നു. അനു, എന്താണ് കേസ്? എന്തായിരുന്നു സംഭവം? ധന്യ, കെ മുരളീധരൻ MPക്കെതിരെയാണ് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതിയിലാണ് നടപടി. കഴിഞ്ഞ ദിവസം മേയറെ ആര്യ രാജേന്ദ്രന്റെ മോശമായി പരാമർശം കെ മുരളീധരൻ MPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇന്ന് SFI അടക്കമുള്ള അല്ലെങ്കിൽ വൈകിട്ട് LDF കൗൺസിലർമാരുടെ പ്രതിഷേധ പ്രകടനം പോലും ഉണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയരുന്നുണ്ട്. ഇതിനിടെയാണ് കേസിൽ ആര്യ രാജേന്ദ്രൻ മ്യൂസിയം സ്റ്റേഷനിൽ പരാതി നൽകിയത്. പരാതിയിൽ കേസെടുക്കണമോ എന്ന കാര്യം പോലീസ് നിയമോപദേശം തേടി. ഇക്കാര്യത്തിൽ കേസെടുക്കാം എന്നുള്ള ഒരു ഉപദേശം അവർക്ക് ലഭിക്കുകയും ഇപ്പോൾ IPC സെക്ഷൻ 354A 509 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. 354A എന്ന് പറയുമ്പോൾ സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്ന വകുപ്പാണ്. 509 സ്ത്രീകളോട് മോശമായി പെരുമാറുക, അവരോട് ഭീഷണിപ്പെടുത്തുക എന്ന വ്യാഖ്യാനം വരുന്ന വകുപ്പാണ്. ഇത്തരത്തിൽ 2 വകുപ്പുകൾ പ്രകാരമാണ് കെ മുരളീധരൻ MPക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ധന്യ. ശരി, നന്ദിയാണ്. മേയർക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ മുരളീധരൻ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും തന്റെ പക്വത അളക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നുമായിരുന്നു ആര്യ രാജേന്ദ്രന്റെ പ്രതികരണം. കാണാൻ നല്ല സൗന്ദര്യമൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ വായിൽ നിന്ന് വരുന്നത് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനേക്കാൾ ഭയാനകമായിട്ടുള്ള ചില വർത്തമാനങ്ങളാണ് വായിൽ നിന്ന് വരുന്നത്. ഇതൊക്കെ ഒറ്റ മഴയത്ത് മാത്രം കിളുത്തതാണ്. ആ മഴയുടെ ഇത് കഴിയുമ്പോഴേക്കും സംഭവം തീരും. ഇങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുള്ള ഒരു നഗരസഭയാണ് ഇത്.
തിരുവനന്തപുരം നഗരസഭയിലെ നികുതി തട്ടിപ്പിൽ UDF കൌൺസിലർമാർ നടത്തുന്ന സമരത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു കെ മുരളീധരന്റെ വിവാദ പരാമർശം. വ്യാപക പ്രതിഷേധമുയർന്നതോടെ മുരളീധരൻ ഖേദപ്രകടനവുമായി രംഗത്തെത്തി. എന്നാൽ അഴിമതി ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറഞ്ഞത് അവർക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഖേദിക്കുന്നു. കെ മുരളീധരൻ ഖേദം പ്രകടിപ്പിച്ചെങ്കിലും പോലീസിന് നൽകിയ പരാതിയുമായി മുന്നോട്ടു പോകാനാണ് മേയറുടെ തീരുമാനം. നിയമപരമായി കൊടുത്തിട്ടുള്ള പരാതിയിന്മേലുള്ള നടപടികൾക്ക് വേണ്ടി മുന്നോട്ട് പോകുക തന്നെയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തെയും അതുപോലെ തന്നെ മറ്റാരെങ്കിലും ഞാൻ എൻ്റെ പക്വത അളക്കാൻ വേണ്ടി ഞാൻ നിർത്തിയിട്ടില്ല, നിയമിച്ചിട്ടില്ല. എൻ്റെ പക്വത തീരുമാനിക്കുന്നത് എൻ്റെ പ്രവൃത്തിയിലൂടെയാണ്. കെ മുരളീധരന്റേത് തരംതാഴ്ന്ന പ്രസ്താവന എന്നായിരുന്നു CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ പ്രതികരണം. മേയറെ പോലുള്ള ബഹുമാന്യ പദവിയിലുള്ള ആളെ കുറിച്ച് ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്ത ഒന്നാണ് മുരളീധരൻ സംസാരിച്ചത്. മേയർ നൽകിയ പരാതിയിൽ നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ്സുകൾ സമരത്തിലേക്ക്. നവംബർ 9 മുതൽ സർവീസുകൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുമെന്ന് ബസ് ഉടമകളുടെ സംയുക്ത സമിതി അറിയിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, എന്താണ് ബസ് ഉടമകളുടെ തീരുമാനം? വിവരങ്ങൾ. നവംബർ 1 മുതലാണ് സ്വകാര്യ ബസ്സുകൾ നിർത്തിവെച്ച് സമരത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും 3 ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. നിലവിലെ മിനിമം ചാർജ് 8 രൂപ എന്നുള്ളത് 12 രൂപയായി വർദ്ധിപ്പിക്കുക. വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് 6 രൂപയും തുടർന്നുള്ള കിലോമീറ്ററിന് ഇപ്പോൾ സാധാരണ യാത്രാ നിരക്കിന്റെ 50% ഈടാക്കാൻ അനുവദിക്കുക. കോവിഡ് കാലം കഴിയുന്നതുവരെ സ്വകാര്യ ബസ്സുകളുടെ വാഹന നികുതി പൂർണ്ണമായും ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഈ മാസം നവംബർ 5 മുതൽ KSRTC വിവിധ സംഘടനകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് അനിശ്ചിതകാല പണിമുടക്കുമായി സ്വകാര്യ ബസ് ഉടമകൾ രംഗത്തെത്തിയിട്ടുള്ളത്. ഇത് സർക്കാർ എങ്ങനെ എടുക്കാനാണ് സാധ്യത? കാരണം നിലവിലെ സാഹചര്യത്തിൽ ദിവസവും ഡീസൽ വില ഉയരുന്ന ഒരു സാഹചര്യമാണ്. അതിനനുസരിച്ച് ബസ് ഉടമകൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാനാണോ സാധ്യതയുള്ളത്? തീർച്ചയായും ഡീസൽ വില വർധനവ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. 2018 നേരത്തെ ടിക്കറ്റ് നിരക്ക് പുനർനിശ്ചയിച്ചത്. അന്ന് 62 രൂപയായിരുന്നു ഡീസൽ 1 ലിറ്ററിന്റെ വില. അന്നായിരുന്നു 8 രൂപ നിരക്ക് നിശ്ചയിച്ചത്. ഇന്നിപ്പോൾ 100 രൂപയും കടന്നു പോയിരിക്കുന്നു. 103 രൂപ വരെ ആയിരിക്കുന്നു. ഈ സമയത്ത് സ്വാഭാവികമായി ഡീസൽ വിലയിലുണ്ടായ വർധനവ് സ്വകാര്യ ബസ് ഉടമകളെയും സ്വകാര്യ ബസ്സിനെയും വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്തെ തിരിച്ചടികൾക്ക് പിന്നാലെ ഡീസൽ വില വർധനവ് സ്വകാര്യ ബസ്സുകൾ ഓടാൻ കഴിയാത്ത സാഹചര്യവും നിലനിർത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ടിക്കറ്റ് വില വർധനവ് എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ച് സമരത്തിലേക്ക് പോകാൻ ഇപ്പോൾ സ്വകാര്യ ബസ് ഉടമകൾ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ മന്ത്രിക്ക് നോട്ടീസ് നൽകിയിട്ടേ ഉള്ളൂ. മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് ക്ഷണിച്ചിട്ടില്ല. ചർച്ചയിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതായിരിക്കും നിർണായകം. ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം KSRTCയും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ സാധാരണക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മുടെ ലോക്ക്ഡൌൺ കഴിഞ്ഞു, ഈ കോവിഡ് കാലത്തിന് മുമ്പ് തന്നെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലിരിക്കുന്ന ആ ഒരു സമയത്ത് ടിക്കറ്റിന്റെ പൈസയൊക്കെ കൂട്ടുക എന്ന് പറഞ്ഞാൽ ബസ്സിനെ ആശ്രയിക്കുന്നവരെ സംബന്ധിച്ചും അത് വലിയ തിരിച്ചടിയാവില്ലേ? സ്വാഭാവികമായി ഈ നിലവിൽ സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ ഏത് തീരുമാനമെടുക്കുമെന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. സർക്കാരിന്റെ അംഗീകാരമില്ലാതെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. സർക്കാർ ഇതിൽ ഏത് രീതിയിൽ തീരുമാനമെടുക്കും എന്നുള്ളതാണ് നിർണായകം. പ്രത്യേകിച്ച് സാധാരണ ടിക്കറ്റിന് നിലവിൽ 8 രൂപ എന്നുള്ളത് 12 രൂപ, അതായത് 50% വർധനമാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുകൂടാതെ വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് 6 രൂപയാക്കി മാറ്റുക. ഇത് രണ്ടും, വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് വർദ്ധിപ്പിക്കണമെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളെ കൂടി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകേണ്ടി വരും. അതുകൂടാതെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ അനുവദിക്കണമെങ്കിൽ അതും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തിയതിനു ശേഷം മാത്രമേ പറ്റുകയുമുള്ളൂ. സർക്കാരിന്റെ കൂടി അംഗീകാരവും വേണ്ടിവരും. എന്തായാലും സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം, അവർ പറയുന്ന ആവശ്യം ന്യായമാണ്. കാരണം 62 രൂപയിൽ കിടന്നിരുന്ന ഡീസൽ വില ഇപ്പോൾ 103 രൂപ, അതായത് 41 രൂപ 2 വർഷം കൊണ്ട് വർദ്ധിച്ചിരിക്കുന്നു. സ്വാഭാവികമായി അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ന്യായമാണ്. കാരണം കോവിഡ് കാലമാണ്, യാത്രക്കാരുടെ എണ്ണം വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായി ഈ ടിക്കറ്റ് വില കൂടി വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഏത് രീതിയിൽ സർക്കാർ പരിഹരിക്കുമെന്നുള്ളതാണ് നിർണായകം. ശരി, നന്ദി ഉമേഷ്. ഇരുചക്ര വാഹനങ്ങളിൽ സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് ചെറിയ കുട്ടികൾക്കും ഹെൽമറ്റ് നിർബന്ധമാക്കി. 9 മാസം മുതൽ 4 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കാണ് ഹെൽമറ്റ് നിർബന്ധമാക്കിയത്. ചെറിയ കുട്ടികളുമായി യാത്ര ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങളുടെ വേഗം മണിക്കൂറിൽ 40 കിലോമീറ്ററിൽ കൂട്ടരുതെന്ന് കരട് നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്.
KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എങ്ങനെയാണ് ഇതിനി പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്? അത് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് വരെയാണ്? മറ്റു വിവരങ്ങൾ കൂടി. തന്നെ കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ കരട് നിർദ്ദേശപ്രകാരം 9 മാസം മുതൽ 4 വയസ്സ് വരെ പ്രായമായുള്ള കുട്ടികൾക്കും ഹെൽമറ്റ് നിർബന്ധമാക്കി. നേരത്തെ 4 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർക്ക് ഹെൽമറ്റ് നിർബന്ധമാക്കിയിരുന്നു. BIS മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ഹെൽമറ്റാണ് കുട്ടികൾക്കും വേണ്ടത്. ഇരുചക്രവാഹനം ഓടിക്കുന്ന ആളെയും കുട്ടികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ബെൽറ്റ് നിർബന്ധമാക്കുവാനും ഈ കരട് വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്. കവചത്തിന് സമാനമായ ബെൽറ്റ് വാഹനം ഓടിക്കുന്ന ആളിന്റെ തോളിലൂടെ ഘടിപ്പിക്കണം. ബെൽറ്റ് ഭാരം കുറഞ്ഞതും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതും ആകണം. വാട്ടർ പ്രൂഫ് ആയിരിക്കണം ഈ ബെൽറ്റ്. ദീർഘനാൾ ഈട് നിലനിൽക്കുന്ന ഗുണമേന്മയുണ്ടായിരിക്കണം എന്നിവയാണ് ഈ നിർദ്ദേശങ്ങളിൽ പറയുന്നത്. കുട്ടികളുമായി യാത്ര ചെയ്യുന്ന ബൈക്കുകളുടെയും സ്കൂട്ടറുകളുടെയും വേഗത മണിക്കൂറിൽ 40 കിലോമീറ്ററിൽ കൂടരുത് എന്നും കരട് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അന്തിമ വിജ്ഞാപനം കരടിന്മേലുള്ള ശുപാർശകളും നിർദ്ദേശങ്ങളും എല്ലാം ആളുകൾക്ക്, പൊതുജനങ്ങൾക്കടക്കം അറിയിക്കാൻ സാധിക്കും. അതിനുശേഷം അന്തിമ വിജ്ഞാപനം പുറത്തിറങ്ങുന്നതോടുകൂടി ഈ നിബന്ധനകൾ നിയമമായി തന്നെ മാറുകയും ചെയ്യും. ധന്യ. ശരി, നന്ദി അഭിലാഷ്. മോൻസൺ മാവുങ്കലിന്റെ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം DGPയുടെ മൊഴിയെടുത്തു. പോലീസ് ക്ലബ്ബിൽ മോൻസൺ താമസിച്ചുവെന്ന് വ്യക്തമാക്കിയതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നടപടി. മോൻസനെ കലൂരിലെ വീട്ടിലെത്തിച്ച് ഇന്ന് വീണ്ടും തെളിവെടുപ്പ് നടത്തും. പോലീസ് ആസ്ഥാനത്തെത്തിയാണ് DGP അനിൽകാന്തിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയത്. മുൻ DGP ലോക്നാഥ് ബെഹ്റ, ADGP മനോജ് എബ്രഹാം തുടങ്ങിയവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു ഇത്. പോലീസ് ക്ലബ്ബിൽ മോൻസൺ താമസിച്ചിരുന്നുവെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. പുരാവസ്തു സൂക്ഷിപ്പുകാരനായ സന്തോഷ് എളമക്കരയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയ ശേഷം പണം നൽകാതെ കബളിപ്പിച്ചെന്ന പരാതിയിലാണ് മോൻസനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ക്രൈംബ്രാഞ്ചിന്റെ നിർദ്ദേശപ്രകാരം പരാതിക്കാരനായ സന്തോഷും സ്ഥലത്തെത്തിയിരുന്നു. സന്തോഷിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. അതേസമയം മോൻസന്റെ പുരാവസ്തു തട്ടിപ്പിനെക്കുറിച്ചുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. മണിക്കൂറുകൾ നീണ്ട തെളിവെടുപ്പാണ് മോൻസന്റെ ഈ വസതിയിൽ നടന്നത്. പുതിയ പരാതികൾ ഉണ്ടായാൽ തെളിവെടുപ്പുകൾ ഇനിയും തുടരും. കൊച്ചിയിൽ നിന്നും സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18. പോലീസിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, രാജാക്കന്മാർ ആണെന്ന തോന്നൽ പോലീസുകാർക്കുണ്ടാകരുത്. പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന കോടതി ഉത്തരവുകൾ പോലീസ് സേനയുടെ മനോവീര്യം തകർക്കുമെന്ന നിലപാട് മാറ്റണം. കേസുകൾ മറ്റ് ഏജൻസികൾക്ക് കൈമാറണമെന്ന് പറയുമ്പോൾ പോലീസ് എതിർക്കുന്നത് വിചിത്രമാണ്. ജനമൈത്രി സ്റ്റേഷൻ എന്ന പേരിൽ പ്രത്യേക സ്റ്റേഷനുകളല്ല, മറിച്ച് എല്ലാ സ്റ്റേഷനുകളും ജനമൈത്രി സ്റ്റേഷനുകളായി മാറുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഓൺലൈൻ പ്രഭാഷണ പരിപാടിയിലായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നിലപാട്. പോലീസ് സ്റ്റേഷൻ ആയിരിക്കണം നമുക്ക് ഏറ്റവും ധൈര്യമായിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഓഫീസ്. ഇന്ന് എത്രത്തോളം പോലീസ് സ്റ്റേഷൻസിലേക്ക് ഒരു സാധാരണ മനുഷ്യന് കയറി ചെല്ലാൻ പറ്റുമെന്നുള്ളത് സംശയമാണ്. ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്റെ അഭിപ്രായത്തിൽ അത് തന്നെ തെറ്റാണ്. കാരണം എല്ലാ പോലീസ് സ്റ്റേഷനും ജനമൈത്രി ആയിരിക്കണം. ഇത് പോലീസ് സ്റ്റേഷൻ, ചില പോലീസ് സ്റ്റേഷൻ ജനമൈത്രി ആവുകയും അവിടെ വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ആ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് ചീത്ത കേൾക്കാതെ ചിലപ്പോൾ രക്ഷപ്പെടാം എന്ന് ഞാനൊരു അഷ്യൂറൻസ് തരുന്നു. അത് തെറ്റാണ്. അപ്പൊ 10% കൂട്ടിക്കൊള്ളൂ. അത്രയുമുള്ള ഓഫീസേഴ്സ് ചെയ്യുന്ന അതിന്റെ ഒരു പാപഭാരം പേറുന്നത് ചിലപ്പോൾ എൻറ്റയർ ഫോഴ്സാണ്. സ്കൂളുകൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ KSRTC കൂടുതൽ സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. KSRTC 650-ലധികം സർവീസുകൾ നടത്തും. ബസ്സുകളിൽ 25% സീറ്റ് കുട്ടികൾക്കായി മാറ്റിവെക്കുമെന്നും മന്ത്രി അറിയിച്ചു. സ്വകാര്യ സ്കൂൾ ബസ്സുകളുടെ 2 വർഷത്തെ നികുതി ഒഴിവാക്കും. സ്വകാര്യ സ്കൂളുകൾക്ക് വേണ്ടിയും KSRTC സർവീസ് നടത്തുമെന്നും 1000 സ്കൂളുകൾ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. KSRTC സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൂടുതൽ ബസ്സുകൾ ക്രമീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ആവശ്യപ്പെടുന്ന സ്വകാര്യ സ്കൂളുകൾക്കും ഗവൺമെന്റ് സ്കൂളുകൾക്കും എല്ലാം തന്നെ ബസ് ഓൺ ഡിമാൻഡ് പദ്ധതി അനുസരിച്ച് സ്കൂളുകളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു. 1000-ൽ പരം സ്കൂളുകളിൽ നിന്ന് ഇതിനകം അപേക്ഷകൾ കിട്ടിക്കഴിഞ്ഞു, ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് ദൂരപരിധി അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകളോടുകൂടി തുക നിശ്ചയിച്ച് ആവശ്യപ്പെടുന്ന സ്കൂളുകൾക്കെല്ലാം KSRTC ബോൺ സർവീസ് ഏർപ്പെടുത്താനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണ് സർ.
+1 പ്രവേശനത്തിന്റെ സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി. മുഖ്യ അലോട്ട്മെന്റിൽ പ്രവേശനം ലഭിക്കാത്തവർക്കും ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവർക്കുമാണ് അപേക്ഷിക്കാൻ അവസരം. +1 സീറ്റ് ക്ഷാമം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷകൾ ക്ഷണിച്ചത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള അപേക്ഷാ സമർപ്പണവും തുടങ്ങി. മറ്റന്നാൾ വൈകിട്ട് 5 മണി വരെയാണ് അപേക്ഷിക്കാൻ അവസരം. +1 സീറ്റ് ക്ഷാമം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് KSU നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് 5 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പ്രവർത്തകർ പാളയം LMS റോഡ് ഉപരോധിച്ചു. KSU സംസ്ഥാന അധ്യക്ഷൻ KM അഭിജിത്ത് അടക്കമുള്ള പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നിലവിലെ ഡാമിന് കാലപ്പഴക്കമുണ്ട്. മുല്ലപ്പെരിയാർ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും കേരളവും തമിഴ്നാടും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ഗവർണർ തിരുവനന്തപുരത്ത് പറഞ്ഞു. We should always hope for amicable solution. Even if the things are not very favorable, even then we should hope for, we should always keep a positive mindset, positive attitude. Then I am certain that something good will come out of that. That the dam is very old, so something new needs to be done. But how to reach an amicable settlement, that is something on which people are working in the matter. Whenever there is any water dispute, then the judiciary is also involved. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ വണ്ടിപ്പെരിയാറിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം ചേർന്നു. സ്പിൽവേ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട നടപടിക്രമങ്ങൾ തീരുമാനിക്കുന്നതിനാണ് യോഗം ചേർന്നത്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 138 അടിയിലേക്ക് അടുക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ സുരക്ഷാ മുൻകരുതലുകളാണ് ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നത്. അടിയന്തര സാഹചര്യമുണ്ടായാൽ തീരദേശവാസികളായ 883 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരിക. പീരുമേട് താലൂക്കിലെ മഞ്ചുമല, പെരിയാർ, ഉപ്പുതറ, ഏലപ്പാറ വില്ലേജുകളിലെയും ഇടുക്കി താലൂക്കിലെ അയ്യപ്പൻകോവിൽ, കാഞ്ചിയാർ വില്ലേജുകളിലെയും ഉടുമ്പൻചോല താലൂക്കിലെ ആനവിലാസം വില്ലേജിലെയും തീരദേശവാസികളെയാണ് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരിക. സ്പിൽവേ വഴി വെള്ളമൊഴുക്കേണ്ട സാഹചര്യമുണ്ടായാൽ 24 മണിക്കൂർ മുൻപ് അറിയിപ്പ് നൽകാൻ തമിഴ്നാടിനോട് ആവശ്യപ്പെടും. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഈ വാട്ടർ ഫ്ലോ പോകുന്ന എല്ലാ ഏരിയകളിലും നമ്മൾ നടപടികൾ എടുത്തിട്ടുണ്ട്. വില്ലേജ്, പഞ്ചായത്ത്, പോലീസ്, ഫയർഫോഴ്സ്, അങ്ങനെ എല്ലാ വകുപ്പുകളുടെയും സംയുക്തമായ പ്രവർത്തനത്തിലൂടെയാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയോധികർ, ആരോഗ്യ പ്രശ്നമുള്ളവർ, അംഗപരിമിതർ, കോവിഡ് ബാധിതർ തുടങ്ങിയവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. ഓരോ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന മുൻകരുതലുകൾ യോഗം വിലയിരുത്തി. ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ്, RTO MK ഷാജി എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. പോലീസ്, ഫയർഫോഴ്സ്, റവന്യൂ, വനം, KSEB, പഞ്ചായത്ത് തല ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 വണ്ടിപ്പെരിയാർ. തിരുവനന്തപുരം നഗരസഭാ നികുതി തട്ടിപ്പിൽ പ്രധാന പ്രതി അറസ്റ്റിൽ. നേമം സോണൽ ഓഫീസിലെ സൂപ്രണ്ട് ശാന്തിയാണ് അറസ്റ്റിലായത്. 27 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പാണ് നേമം സോണൽ ഓഫീസിൽ കണ്ടെത്തിയത്. ശാന്തിയുടെ അറസ്റ്റ് പ്രതിഷേധത്തിന്റെ വിജയമെന്നാണ് BJPയുടെ പ്രതികരണം. തിരുവനന്തപുരം നഗരസഭാ നികുതി തട്ടിപ്പിൽ 4ാമത്തെ അറസ്റ്റാണ് ശാന്തിയുടേത്. ജില്ലാ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും ശാന്തിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 27 ലക്ഷത്തോളം രൂപയുടെ ക്രമക്കേട് നേമം സോണൽ ഓഫീസിൽ നടന്നുവെന്ന് ഓഡിറ്റിംഗിൽ കണ്ടെത്തിയിരുന്നു. ശാന്തി ഉൾപ്പെടെ 7 ഉദ്യോഗസ്ഥരെയാണ് നഗരസഭ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ആറ്റിപ്ര, നേമം, ശ്രീകാര്യം സോണൽ ഓഫീസുകളിലായി 33 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് കണ്ടെത്തൽ. ശാന്തിയുടെ അറസ്റ്റ് BJPയുടെ പ്രതിഷേധത്തിന്റെ വിജയം എന്ന് BJP ജില്ലാ അധ്യക്ഷൻ VV രാജേഷ്. തിരുവനന്തപുരം നഗരസഭയിലെ വീട്ടുകരം തട്ടിപ്പിനെതിരായുള്ള ആ സമരം വിജയത്തിലേക്ക് എത്തുന്നത് അഴിമതി വിരുദ്ധ മുന്നേറ്റങ്ങൾക്ക് വളരെ വലിയൊരു മുതൽക്കൂട്ടായി മാറും. മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തെങ്കിലും സമരം തുടരാനാണ് BJP UDF കൌൺസിലർമാരുടെ തീരുമാനം. നഗരസഭയിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കണമെന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ കൌൺസിലർമാർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. സമരം തുടരുന്നത് സമരക്കാർ തീരുമാനിക്കട്ടെയെന്നും വീഴ്ചകൾ കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ടെന്നും മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. അവർക്ക് സമരം അവസാനിപ്പിക്കണമെങ്കിൽ അവസാനിപ്പിക്കാം. എന്തുതന്നെ ആരോപണങ്ങൾ നഗരസഭയ്ക്ക് നേരെ വന്നാലും ഇത്തരം അഴിമതികൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് കൂടി നമ്മുടെ ലക്ഷ്യമായതുകൊണ്ട് ഈ അഴിമതിയെ, അത് നഗരസഭ കണ്ടെത്തി മാധ്യമങ്ങളെ ആകെ അറിയിച്ച ഈ അഴിമതിയെയും അത്തരത്തിലേ കാണുന്നുള്ളൂ. ന്യൂസ് 18 തിരുവനന്തപുരം.
സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണത്തിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക സമിതി യോഗം ചേർന്നു. സിനഡ് തീരുമാനം നടപ്പാക്കാനാകില്ലെന്ന് വൈദികർ പറയുന്നു. ആവർത്തിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക കൂട്ടായ്മ തീരുമാനം അടിച്ചേൽപ്പിച്ചാൽ എതിർക്കുമെന്നും യോഗശേഷം വൈദികർ വ്യക്തമാക്കി. ഞങ്ങളുടെ വൈദിക സമ്മേളനത്തിലെ പ്രധാന തീരുമാനം ഒരു ഡിക്ലറേഷനാണ്, ഒരു പ്രഖ്യാപനമാണ്. അതായത് നിലവിലുള്ള ജനാഭിമുഖ കുർബാന മാത്രമേ ഈ അതിരൂപതയിൽ ഇനിയും തുടരുന്നുള്ളൂ. സാധാരണ ജനങ്ങള് അവരുടെ ജീവിതത്തിന്റെ ദുരന്തങ്ങളും ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കുന്ന വിശുദ്ധ കുർബാനയിൽ നിന്ന് അവരെ അകറ്റും. അവർക്ക് ഏക അത്താണി വിശുദ്ധ കുർബാനയാണ്. അത് ജനാഭിമുഖ കുർബാന തന്നെ ആയിരിക്കണം. ഈ കാന നിയമം അനുസരിച്ച് ഞങ്ങൾ അതനുസരിക്കും. അത് സിനഡിനപ്പുറമാണ് കാന നിയമങ്ങൾ. അതേസമയം ചർച്ച് പ്രൊട്ടക്ഷൻ കൗൺസിലിംഗ് ആഭിമുഖ്യത്തിൽ യോഗത്തിനെത്തിയ വൈദികരെ തടഞ്ഞു. തുടർന്ന് പോലീസ് ഇടപെടുകയായിരുന്നു. വത്തിക്കാനെ പോലും ധിക്കരിക്കുന്ന ഒരു വിഭാഗം വൈദികരുടെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കേരളത്തിലുള്ള എല്ലാ മനുഷ്യരും, അത് ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും അംഗീകരിക്കുന്നു. ഇതുപോലെ കത്തോലിക്ക സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മാർപ്പാപ്പ പറയുന്നത് അനുസരിക്കാൻ ഇഷ്ടമില്ലാത്ത തരത്തിൽ ഞങ്ങൾ അനുസരിക്കില്ല, ഞങ്ങളുടെ ഇഷ്ടത്തിന് പോകുമെന്ന് പറഞ്ഞാൽ, മേജർ ആർച്ച് ബിഷപ്പിനെ അനുസരിക്കില്ല, ഞങ്ങളുടെ ഇഷ്ടത്തിന് പോകുമെന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ട കുപ്പായം ഇടാനോ ഇഷ്ടപ്പെട്ട രീതിയിൽ കുർബാന ചെല്ലാനോ കത്തോലിക്ക സഭയുടെ തീരുമാനത്തിലില്ല, അങ്ങനെ അറിയിച്ചിട്ടില്ല, അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ അവരവർക്ക് ഇഷ്ടപ്പെട്ട കണക്ക് കുർബാന ചൊല്ലിക്കൊണ്ട് ദൈവത്തെ ആക്ഷേപിക്കുന്ന ഇവരെ ഞങ്ങൾക്ക് ബഹുമാനിക്കാൻ പറ്റില്ല. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. വാർത്തകളിലേക്ക്. മുസ്ലിം ലീഗ് സെക്രട്ടറി PMA സലാം ബഹിഷ്കരിച്ച പരിപാടിയിൽ സ്ത്രീപക്ഷ രാഷ്ട്രീയം പറഞ്ഞ് ഹരിത മുൻ ജനറൽ സെക്രട്ടറി നജ്മ തബ്ഷീറ. പെൺകുട്ടികൾ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരാവണമെന്ന് നജ്മ തബ്ഷീറ പറഞ്ഞു. PMA സലാമിന് പുറമെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഹരിത നേതാക്കളും പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. MSF തിരൂരങ്ങാടി മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച സ്റ്റുഡൻസ് കോൺഫറൻസിലാണ് ഹരിത മുൻ ജനറൽ സെക്രട്ടറി സ്ത്രീപക്ഷ രാഷ്ട്രീയം വിശദീകരിച്ചത്. CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസം നേടാൻ പറഞ്ഞത് അവകാശബോധമുള്ള പെൺകുട്ടികളായി വളരാനാണ്. പ്രവാചകൻ മുഹമ്മദ് നബിക്ക് മുൻപാകെ സ്ത്രീകൾക്ക് പരാതിപ്പെടാനും അഭിപ്രായം പറയാനും കഴിഞ്ഞിരുന്നു. CD സാഹിബും CHും 10ാം ക്ലാസ് നിങ്ങൾ പാസ്സായി ഇറങ്ങണമെന്ന് പറയുമ്പോൾ, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ സാഹചര്യങ്ങൾ കൊണ്ട് ബന്ധിതമാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പണം തരാം, നിങ്ങൾ വന്ന് പഠിക്കൂ എന്ന് പറയുമ്പോൾ, MSFന്റെ ഏത് വേദിയിലും ചെന്നുകൊണ്ട് ആൺകുട്ടികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ നിങ്ങളെ പെങ്ങന്മാരെ കൂടി നിങ്ങൾ പഠനത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ആരെ കണ്ടാലും അഭിപ്രായം പറയാൻ മടിക്കാത്ത, അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ നേതാവായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്ന് സധൈര്യം അവരുടെ പ്രശ്നങ്ങൾ പറയാനും അഭിപ്രായങ്ങൾ പറയാനും നിർദ്ദേശങ്ങൾ പറയാനും ധൈര്യമുണ്ടായിരുന്ന, അതിലും മികച്ചൊരു നേതാവുണ്ടോ? സ്വന്തമായി കച്ചവടം നടത്തിയ പ്രവാചകപത്നി ഖദീജ ബീവിയും യുദ്ധം നയിച്ച ആയിഷ ബീവിയുമാണ് മാതൃക. 1930കളിൽ കേരളത്തിൽ പത്രാധിപയായിരുന്ന ഹലീമ ബീവി മുസ്ലിം ലീഗ് താലൂക്ക് സെക്രട്ടറിയായിരുന്നുവെന്നും നജ്മ തബ്ഷീറ ഓർമ്മിപ്പിച്ചു. ഹലീമ ബീവി 2-3 പത്രങ്ങളുടെ പത്രാധിപയായിരുന്നു. ഹലീമ ബീവി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഹലീമ ബീവിയുടെ പത്രത്തിൽ രചനകൾ കൊടുക്കുന്ന സഹപത്രാധിപരോ അല്ലെങ്കിൽ സഹപ്രവർത്തകനോ ആയിട്ടുള്ള ഒരാൾ മാത്രമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരിത്രത്തിൽ പോലും നമ്മൾ ഹലീമ ബീവിയെ കേൾക്കുന്നില്ലല്ലോ. ഒരു പക്ഷെ ചരിത്രം മായ്ച്ചു കളഞ്ഞതാണ്. അതിങ്ങനെ ചൂഴ്ന്നെടുക്കേണ്ടത് നമ്മളാ. ഈ ഹലീമ ബീവി ആരായിരുന്നു എന്ന് കൂടി അവരുടെ ചരിത്രത്തിലുണ്ട്. അവർ മുസ്ലിം ലീഗിന്റെ തിരുവല്ല താലൂക്ക് സെക്രട്ടറി കൂടിയായിരുന്നു. മുസ്ലിം ലീഗ് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന് പരിപാടിയിലേക്ക് ക്ഷണമുണ്ടായിരുന്നുവെങ്കിലും നജ്മ തബ്ഷീറ പങ്കെടുക്കുമെന്ന് വ്യക്തമായതോടെ പിന്മാറി. ലീഗ് നേതൃത്വം പുതുതായി തെരഞ്ഞെടുത്ത ഹരിത നേതാക്കളും പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. MSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ ഫാത്തിമ തഹ്ലിയയും നേതൃത്വത്തിനെതിരെ വിമർശനമുയർത്തിയിരുന്നു. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരുടെയും PCC അധ്യക്ഷന്മാരുടെയും യോഗം ഡൽഹിയിൽ തുടരുന്നു. സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ AICC ആസ്ഥാനത്താണ് യോഗം. അടുത്ത വർഷം പൂർത്തിയാക്കുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള അംഗത്വ വിതരണ ക്യാമ്പയിൻ യോഗം ചർച്ച ചെയ്യും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും യോഗം ചർച്ച ചെയ്യും. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട അന്വേഷണ ചുമതലയിൽ നിന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ മുംബൈ സോണൽ ഡയറക്ടർ സമീർ വാങ്ഡെ മാറ്റിയേക്കുമെന്ന്
റിപ്പോർട്ടുകൾ പണം വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചെന്ന ആരോപണത്തിലാണ് മാറ്റം. മഹാരാഷ്ട്ര മന്ത്രിയും NCP നേതാവുമായ നവാബ് മാലിക്കിന്റെ കത്ത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് NCB ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ മുത്ത അശോക് ജെയിൻ പറഞ്ഞു. പെഗസസ് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീംകോടതി നാളെ വിധി പറയും. ചീഫ് ജസ്റ്റിസ് NV രമണ, ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജസ്റ്റിസ് അനിരുദ്ധ ബോസ് എന്നിവരടങ്ങിയ 3-അംഗ ബെഞ്ചാണ് വിധി പറയുക. വിഷയം പരിശോധിക്കാൻ സാങ്കേതിക വിദഗ്ധർ അടങ്ങുന്ന സമിതിക്ക് രൂപം നൽകുമെന്ന് ചീഫ് ജസ്റ്റിസ് NV രമണ നേരത്തെ വാക്കാൽ പരാമർശിച്ചിരുന്നു. മറ്റൊരു കേസ് പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് ഇക്കാര്യം പരാമർശിച്ചത്. പ്രത്യേക സമിതിയിലെ അംഗങ്ങളാക്കാൻ സാങ്കേതിക വിദഗ്ധരുമായി സംസാരിച്ചുവെന്നും ചിലർ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ അറിയിച്ച് പിന്മാറിയെന്നും NV രമണ പറഞ്ഞിരുന്നു. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ 11 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. 30 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടർന്നേക്കും. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു. ഇത് 24 മണിക്കൂറിൽ ന്യൂനമർദ്ദമായേക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. സിനിമാ നിർമ്മാതാക്കളുടെ പ്രത്യേക യോഗം കൊച്ചിയിൽ ചേർന്നു. തിയേറ്ററുകൾ തുറന്ന സാഹചര്യത്തിൽ റിലീസ് ചെയ്യേണ്ട സിനിമകളുടെ പട്ടികയുണ്ടാക്കുകയാണ് പ്രധാന അജണ്ട. ഉച്ചകഴിഞ്ഞ് വിതരണക്കാരുമായും നിർമ്മാതാക്കൾ ചർച്ച നടത്തുന്നുണ്ട്. നാളെയാണ് ഫിലിം ചേംബറുമായുള്ള ചർച്ച. നാളെ മുതലാണ് തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിച്ചു തുടങ്ങുക. അട്ടപ്പാടി കോട്ടമല ഗവൺമെന്റ് LP സ്കൂളിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ രംഗത്ത്. അട്ടപ്പാടിയിലെ മറ്റ് സർക്കാർ സ്കൂളുകൾ ഡിജിറ്റലായി മാറിയിട്ടും കോട്ടമല സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം സജ്ജമായിട്ടില്ല. 99% ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് അട്ടപ്പാടിയിലെ കോട്ടമല ഗവൺമെന്റ് LP സ്കൂൾ. 52 വിദ്യാർത്ഥികളുള്ള ഈ സ്കൂളിൽ 51 വിദ്യാർത്ഥികളും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. എന്നാൽ സ്കൂളിന്റെ വികസന കാര്യത്തിൽ അധികൃതർ വേണ്ടത്ര താൽപര്യം കാണിക്കുന്നില്ലെന്നാണ് രക്ഷിതാക്കളുടെ പരാതി. മറ്റ് സ്കൂളുകളിൽ ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ഉണ്ടെങ്കിലും ഇവിടെ അതിനുള്ള സൗകര്യം ആയിട്ടില്ല. ഈ സ്കൂൾ പൊളിച്ചതിൻ്റെ സാധനങ്ങളെല്ലാം ചുറ്റുവട്ടം നിർത്തിയിട്ടുണ്ട്. ഒരുപാട് പാമ്പ് ശല്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. അത് പറഞ്ഞിട്ട് പഞ്ചായത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ലേലവും വിളിക്കുന്നില്ല, അവരെടുത്തും മാറ്റുന്നില്ല, ഒഴിവാക്കുന്നുമില്ല. ഒരു പതിറ്റാണ്ടായ മതിൽ, ചുറ്റുമതിലാണ് ഇതിൻ്റെ അകത്തുള്ളത്. അത് പലതും പൊട്ടി വിണ്ടു കീറിയൊക്കെയാണ് ഇരിക്കുന്നത്. ഏത് സമയത്താണ് കുട്ടികളുടെ ദേഹത്തോട്ട് വീഴുക എന്ന് നമുക്കും പറയാൻ പറ്റത്തില്ല. പിന്നെ കഞ്ഞിപ്പര ഇത് ഒരുപാട് വർഷമായി അതും പണി കഴിഞ്ഞിട്ട്. അതിൻ്റെ ഉള്ളിലെ കറകളും ഒന്നും നീക്കിയിട്ടില്ല, തേപ്പും നടന്നിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. അതിൻ്റെ ഉള്ളിലാണ് കഞ്ഞി വെച്ച് കൊടുക്കുന്നതും ഒക്കെ തന്നെ ചെയ്യുന്നത്. വന്യമൃഗശല്യം ഏറെയുള്ള ഈ മേഖലയിൽ ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വേണമെന്ന് രക്ഷിതാക്കൾ പറയുന്നു. സ്കൂളിന്റെ പുറകുവശത്തുള്ള വൈദ്യുത പോസ്റ്റ് ഏത് നിമിഷവും വീഴാറായ സ്ഥിതിയിലാണ്. സ്കൂൾ തുറക്കുന്നതിന് മുൻപായി ഇത് അടിയന്തരമായി മാറ്റണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 പാലക്കാട്. സ്പോർട്സ് ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളം.news18.com.